Morning all. Good morning, ma'am. Good morning, ma'am. Good morning. Voice clear alle? Yes, miss. Good morning. നമ്മുടെ പോർഷൻ അത്യാവശ്യം വായിച്ചൊക്കെ തുടങ്ങിയോ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒക്കെ കഴിഞ്ഞ ക്ലാസ് കുറച്ച് കുറവാണ് പോയത്. എന്തായാലും നിങ്ങൾ വായിച്ചു കാണും അല്ലേ? ട്രെയിനിങ് എന്താന്നുള്ളതും ഡെവലപ്മെന്റ് എന്താന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണും. വായിച്ചിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ട്രെയിനിങ് എന്താന്നുള്ളത് കണ്ടായിരുന്നു, ഡെവലപ്മെന്റ് എന്താന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. എന്താണ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് അല്ലെ അവർക്ക് അവിടെയുള്ള എംപ്ലോയീസിന് കൊടുക്കുന്നതാണ്. ആ ഒരു ജോബ് അല്ലെ, ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ ഒരു പ്രത്യേക മിഷൻ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. ഡെവലപ്മെന്റ് എന്നുള്ളത് നമ്മൾ കണ്ടു. എന്താണ് അങ്ങനെ പെർട്ടിക്കുലർ ജോബിനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യാനോ മാത്രമല്ല, എന്താണ് ആ ഒരു ജീവനക്കാരൻ അവിടെ പ്രവർത്തിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ സ്കില്ലും നോളജും വികസിപ്പിച്ച് അല്ലെ പുതിയ വരുന്ന ചേഞ്ചുകളെല്ലാം അത് ചലഞ്ചസുകളൊക്കെ വെല്ലുവിളികളൊക്കെ നേരിടാനായിട്ട് പര്യാപ്തനാക്കുക എന്നതാണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ പോയിന്റ്? അല്ലേ? ട്രെയിനിങ് ഡെവലപ്മെന്റും ഓക്കെയാണ്. നമ്മൾ എന്താണ് 4 പോയിന്റ്സ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? 10 പോയിന്റ് വരെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? റെസ്പോണ്ട് ചെയ്യുക. മെസ്സേജ് അയച്ചാൽ മാത്രമാണ് എനിക്ക് ക്ലിയർ ആവുള്ളൂ. അല്ലേ? 4th പോയിന്റ് വരെയല്ലേ ഞാൻ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 5th പോയിന്റ് തുടങ്ങിയാണ്. നിങ്ങൾക്ക് അറിയാം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മൈൻഡിലേക്ക് പല രീതിയിൽ തന്നെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും. ഡിഫറൻസുകൾ അല്ലെ സ്വയം തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിൽ വരുന്ന ഡിഫറൻസുകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ട്രെയിനിങ് refers to a process in which employees are educated and getting a chance to develop the skills, competency and learning as per the post-duty requirements. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെയിനിങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നതാന്ന് പറഞ്ഞത് ഒരു സ്പെഷ്യൽ ജോബ് അല്ലെ, പോസ്റ്റ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി, എന്തെങ്കിലും ഒരു ഡ്യൂട്ടി പുതിയതായിട്ട് ചിലപ്പോൾ നമുക്കറിയാം പ്രൊമോഷൻ സാധ്യതകളൊക്കെ വരുമ്പോൾ അവർക്ക് അല്ലെ കയറ്റം കിട്ടുമ്പോൾ ആ മേഖലകളിലെ ഒരു ജോലി അവർക്ക് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എബിലിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ പുതിയതായിട്ട് അവരിലേക്ക് വരുന്ന ജോലി ചെയ്യാനായിട്ട് അവര് പര്യാപ്തരാണ് അല്ലെ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആസ് പെർ ദ പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ്, എന്താണോ ആ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ലേണിംഗ്, അതുമായി ബന്ധപ്പെട്ട പഠനത്തിലൂടെ അങ്ങനെയുള്ള പഠനം ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? അവരുടെ എഡ്യൂക്കേഷൻ അല്ലെ, അവരുടെ നോളജും അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസവും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ആ ഡ്യൂട്ടി ചെയ്യാനുള്ള കഴിവും അവർക്ക് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും. ട്രെയിനിങ് refers to a process in which employees are educated and get a chance to develop skills, competency and learning as per the post duty requirements. അവിടെ എടുത്ത് പറയുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി അല്ലെ, ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നിശ്ചിത ട്രെയിനിങ് കൊടുക്കുന്നത്. ആ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് എന്താ നേടാൻ സാധിക്കുന്നത്? അവർക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള ആ ഒരു എഡ്യൂക്കേഷൻ, അതായത് നോളജ് നേടാൻ സാധിക്കും. ഒപ്പം തന്നെ എന്താണ് ആ ഒരു സ്കില്ലും അല്ലെ, ആ കഴിവും നേടാനായിട്ട് അവർക്ക് സാധിക്കും. ക്ലിയർ അല്ലേ പോയിന്റ് ട്രെയിനിങ് എന്നുള്ളത്? ആണോ? ഓക്കെ, ഞാൻ ഡെവലപ്മെന്റിലേക്ക് പോവാം. ഡെവലപ്മെന്റിലേക്ക് എന്താ പറയുന്നത്? ഡെവലപ്മെന്റ്സ് refers to an informative process which mainly helps in the understanding about the overall growth and improvement of the skills of employees.
അവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കാനോ ഉള്ള ട്രെയിനിങ് അല്ല കൊടുക്കുന്നത് അല്ലെ. അവിടെ എന്താണ് ഓവറോൾ ഗ്രോത്ത്, ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവിടെയുള്ള ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് അവന് പൂർണ്ണ അല്ലെ, അവന് ഏത് തരത്തിലുള്ള വെല്ലുവിളികള് പ്രതിസന്ധികളെല്ലാം ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ടോ, ഫ്യൂച്ചറിലും വരാൻ സാധ്യതയുണ്ടോ, അതിനെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അവന്റെ എന്താണ് പേഴ്സണലി ആയിട്ട് അല്ലെ അവന്റെ ആ ഗ്രോത്തുകൾ അതായത് വളർത്തിയെടുക്കുക, അവനെ എഡ്യൂക്കേറ്റഡ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റില് റെഫർ ചെയ്യുന്നത്. ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ആൻ ഇൻഫോർമേറ്റീവ് പ്രോസസ്. അതിൽ എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം അതിൽ പല ഘടകങ്ങളുണ്ട് അല്ലെ, വിച്ച് മെയിൻലി ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ സ്കിൽസ് ഓഫ് എ എംപ്ലോയി. അവിടെ എന്താണ് ആ വ്യക്തിയെ സംബന്ധിച്ച് അവിടെയുള്ള ആ തൊഴിലാളിയെ സംബന്ധിച്ച് അവനെ പൂർണ്ണമായിട്ട് തന്നെ അവന്റെ കഴിവുകൾ വളർത്തിയെടുക്കുക, വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റിൽ കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ ആയോ? 5th പോയിന്റ് ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാലോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 6th പോയിന്റില് മെയിൻലി ട്രെയിനിങ് refers to learning new things and refreshing old ones. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ലേണിംഗ് ന്യൂ തിങ്സ്. ലേണിംഗ് ന്യൂ തിങ്സ് എന്ന് പറയുന്നത് എന്താണ്? പുതിയ എന്തെങ്കിലും ഒരു ജോലിയിലെ അല്ലെ പുതിയ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയോ ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഇതുകൾ അല്ലെ സോഫ്റ്റ്വെയറുകളെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ട്രെയിനിങ് വേണം അല്ലെ. അപ്പൊ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ലേണിംഗ്, അറിവ്, അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എന്താ പറയാ റിഫ്രഷിങ് ഓൾഡ് വൺസ്, അതായത് നിലവിലുള്ള തൊഴിലിനെ ഒന്നും കൂടി റിഫ്രഷ് അല്ലെ പുതുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൽ വരുന്നത്. മെയിൻലി ട്രെയിനിങ് refers to learning new things and refreshing old ones. പഴയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ ഒന്ന് പുതുക്കുകയും പുതിയതായിട്ട് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ട്രെയിനിങ് ആണ് ട്രെയിനിങ്ങുകളിൽ കിട്ടുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? മെയിൻലി ഡെവലപ്മെന്റ് refers to implementing learned session and finding new ones. അതായത് പുതിയ പുതിയ സെഷനുകൾ അല്ലെ നമുക്ക് എന്തൊക്കെയാണോ പുതിയതായിട്ട് വരുന്നത് അതിനെയെല്ലാം പഠിച്ചെടുക്കുക അല്ലെ, അതിനെല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിവ് സമ്പാദിച്ചെടുക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റില് പറയുന്നത്. ക്ലിയർ ആണോ? 6th പോയിന്റ് ഓക്കെ ആണോ? 6th പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ 6th എന്താണ് പഠിച്ച സെക്ഷനുകൾ അത് നടപ്പാക്കുകയും വേണം. പുതുമ എന്ത് വന്നാലും അതിനെ ക്യാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് 6th പോയിന്റ് ഡെവലപ്മെന്റില് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ട്രെയിനിങ് ഈസ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ്. ഡെവലപ്മെന്റ് ഒന്നുകൂടി പറയണോ? ഓക്കെ, ഡെവലപ്മെന്റ് നോക്കാം. മെയിൻലി ഡെവലപ്മെന്റ് refers to implementing learned session. നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ അതായത് നമ്മൾ അറിവ് സമ്പാദിക്കുന്നുണ്ട് അല്ലെ, സ്കിൽസും അതേപോടൊപ്പം തന്നെ നോളജും ഡെവലപ്മെന്റിലൂടെ അവര് നേടിയെടുക്കുകയാണ്. ആ പഠിച്ച കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയും പുതുമ വന്നത് ഫൈൻഡിങ് ന്യൂ വൺസ് അല്ലെ എന്താണ് എന്തെങ്കിലും അപ്ഡേഷൻസ് വരുന്നത് അതിനെ കണ്ടെത്തുക എന്നുള്ളതും കൂടിയാണ് ഡെവലപ്മെന്റിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ട്രെയിനിങ്ങിൽ അങ്ങനെ പുതുമയൊന്നും കണ്ടെത്താനൊന്നും ശ്രമിക്കുന്നില്ല അല്ലെ. എന്തെങ്കിലും പുതിയതായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ അത് ഏതെങ്കിലും ജോബിനെ പ്രിഫർ ചെയ്തിട്ടാണെങ്കിൽ അവർ ജസ്റ്റ് അത് പഠിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയുള്ള കഴിവുകൾ നേടുന്നു. അത് അഡീഷണൽ ആയിട്ട് പുതുമ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പക്ഷെ ഡെവലപ്മെന്റിൽ എന്താണോ പുതുമ എന്താണോ ഉള്ളത് വരുന്നത് അതെല്ലാം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ് 7th പോയിന്റില് ട്രെയിനിങ് എന്ന് പറയുന്നത് ജോബ് ഓറിയന്റഡ് പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കരിയർ ഓറിയന്റഡ് പ്രോസസ് ആണ്. അപ്പൊ നമുക്കറിയാം അല്ലെ ഒരു സ്പെഷ്യൽ ജോബിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഒരു സ്പെഷ്യൽ ജോബിനെ മാത്രം മുൻനിർത്തി കൊടുക്കുന്നത് എന്താണ്? ഓക്കെ, ട്രെയിനിങ്. അതേസമയം കരിയർ ഓറിയന്റഡ് എന്ന് വെച്ചാൽ അല്ലെ ഓവറോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കില്ലും ഇതുകളൊക്കെ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അത്രയാണ് 7th പോയിന്റിൽ വരുന്നത്.
Then 8th point എന്ന് പറയുന്നത് so simply we can say training is a process of increasing knowledge and skills of an employee. Then എന്താ പറയുന്നത് so simply we can say development is a process of learning and growth. അതായത് അവിടെ അല്ലെ നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷനും സ്കില്ലും നേടിയെടുക്കുക എന്ന് മാത്രമാണ്. അതേസമയം ഡെവലപ്മെന്റിൽ എന്താ പറയുന്നത് സോ സിംപ്ലി വി ക്യാൻ സേ ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അത് പഠിച്ചുകൊണ്ടിരിക്കുക, വളർത്തിക്കൊണ്ടിരിക്കുക അല്ലെ, വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുക, പുതിയത് വരുന്നതെല്ലാം നേടിക്കൊണ്ടേയിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യുന്നത്. ഈ ഡിഫറൻസ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ ട്രെയിനിങ് ഡെവലപ്മെന്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്തിലാ ചെയ്യുന്നത്? പുതിയത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിലാണോ ഞാൻ ചെയ്തെടുക്കുന്നത്? ട്രെയിനിങ്ങിലാണോ ഡെവലപ്മെന്റിലാണോ? ഡെവലപ്മെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? 8th പോയിന്റ് ഓക്കെ ആണോ? ആണോ? ഓക്കെ. 9th പോയിന്റിലേക്ക് പോകാം. ട്രെയിനിങ് ഈസ് പെർഫോംഡ് in an aim of improving knowledge and skills that are needed to perform their existing jobs, and development are performed in an aim of improving knowledge and skills to face future challenges. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താണ്? ട്രെയിനിങ് എന്ന് പറയുന്നത് എന്തിനെയാണ് പ്രിഫർ ചെയ്യുന്നത്? പെർഫോംഡ് ഇൻ അല്ലെ, അവിടെ കൃത്യമായിട്ട് പറയുന്നത് their existing jobs, നിലവിലുള്ള ജോബിന്റെ പെർഫോമൻസ് അല്ലെ, അത് അതിനാവശ്യമായിട്ടുള്ള സ്കില്ലും നോളജ് ആണ് അവിടെ നേടിയെടുക്കുന്നത്. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പുതിയ പാക്കേജുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോളജ് സ്കില്ലാണ് എന്താ ട്രെയിനിങ്ങിൽ നേടുന്നത്. അതേസമയം എന്താണ് ഡെവലപ്മെന്റിൽ എന്താ പറയുന്നത്? ഇംപ്രൂവിങ് നോളജ് ആൻഡ് സ്കിൽസ് ടു ഫേസ് ദ ഫ്യൂച്ചർ ചലഞ്ചസ് അല്ലെ, അത് നേടി വെച്ചേക്കാണ്. എന്താണ് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് സന്നദ്ധരാകുക എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് നേരത്തെ കൂട്ടി അവർക്ക് അല്ലെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് സ്കിൽസ് എടുക്കുകയാണ് ഡെവലപ്മെന്റിൽ ചെയ്യുന്നത്. ഓക്കെയാണോ? 9th പോയിന്റ് വായിച്ചു നോക്കാം. ഇതുവരെയും ഇന്നെടുത്തത് ജസ്റ്റ് ഒന്ന് 5th 6th ഒരു 5 തുടങ്ങി 9 വരെയുള്ള പോയിന്റ്സ് ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ട്രെയിനിങ്ങും ഡെവലപ്മെന്റും എന്താന്ന് ഓക്കെ 10th പറയും മതി. 10th പോകാം. 9th ഓക്കെയാണോ? എല്ലാവരും ഓക്കെയാണോ? 9th വരെ ഓക്കെയാണോ? ക്ലിയർ ആണോ? ഓക്കെയാണ്. നമുക്ക് ട്രെയിനിങ് ഡെവലപ്മെന്റ് എന്താന്നുള്ളത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോയിന്റ്സ് ഒക്കെ നമുക്ക് കുഴപ്പമില്ലാണ്ട് തന്നെ നേടിയെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 10th പോയിന്റിൽ പറയുന്നത് നോക്കാം. ട്രെയിനിങ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ടു ലേൺ how to perform his or her present job satisfactorily. Then development prepares individuals for future jobs and growth in all aspects. അതായത് ട്രെയിനിങ്ങിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? എന്തിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറഞ്ഞത്? ട്രെയിനിങ്ങിൽ എന്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്? ഫ്യൂച്ചറിനെയാണോ പ്രസന്റിനെയാണോ ശ്രദ്ധിക്കുന്നത്? ട്രെയിനിങ്ങില് മെയിൻ ആയിട്ട് ഫ്യൂച്ചറിനെയാണോ പ്രസന്റ് ആയിട്ടുള്ള ജോബിനെയാണോ ശ്രദ്ധിക്കുന്നത്? പ്രസന്റ് ജോബ് അല്ലെ. അപ്പൊ പ്രസന്റ് ജോബ് നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി തൃപ്തിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ട്രെയിനിങ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് ടു ലേൺ ഹൗ ടു പെർഫോം ഹിസ് ഓർ ഹെർ പ്രസന്റ് ജോബ് സാറ്റിസ്ഫാക്ടറി. നല്ല തൃപ്തിയോടുകൂടി നിലവിലുള്ള ജോലി എങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ള കാര്യം, അതുമായി ബന്ധപ്പെട്ട സഹായമാണ് ട്രെയിനിങ്ങിൽ നൽകുന്നത്. എന്നാൽ ഡെവലപ്മെന്റിന് എന്തിനെ ലക്ഷ്യം വെച്ച് ചെയ്തിട്ടായിരിക്കും? ഡെവലപ്മെന്റ് എന്തിനെയായിരിക്കും എയിം ചെയ്യുന്നത്? ഫ്യൂച്ചറിന്. ഓക്കെ, ഗുഡ്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്യൂച്ചറിൽ വരുന്ന ചാലഞ്ചസ് എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ബിസിനസ് ആയതുകൊണ്ട് തന്നെ, ബിസിനസ് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ സജ്ജമാകുക എന്നുള്ളതാണ് ഡെവലപ്മെന്റില് വരുന്നത്. ഡെവലപ്മെന്റ് പ്രിപ്പയർസ് ഇൻഡിവിജ്വൽസ് ഫോർ ഫ്യൂച്ചർ ജോബ്സ് ആൻഡ് ഗ്രോത്ത് ഇൻ ഓൾ ആസ്പെക്ട്സ്. അപ്പൊ എല്ലാ വശങ്ങളും അല്ലെ, ഭാവിയിൽ വരുന്ന എല്ലാ വശങ്ങളുടെയും വളർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വശങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ക്ലിയർ അല്ലേ?
10th പോയിന്റ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് 11th പോയിന്റിലേക്ക് പോവാം. ട്രെയിനിങ് ഫോക്കസ് ഓൺ ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് ഇറ്റ് ഹാസ് എ നാരോ സ്കോപ്പ്. ഓക്കെ, നമുക്കറിയാം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്കില്ല് നേടിയെടുക്കുക എന്നുള്ളത് ഒരു പ്രസന്റ് ജോബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെഷീന്റെ ഓപ്പറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന്റെ പുതിയ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നേടിയിരിക്കുന്നത്. അതിനൊരു നാരോ സ്കോപ്പ് ആണുള്ളത്. ആൻഡ് ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ കൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ് ആൻഡ് ഇറ്റ് ഹാസ് എ വൈഡ് സ്കോപ്പ്. നമുക്കറിയാം നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വിശാലമായിട്ട് കിടക്കുകയാണ് അല്ലെ. അത് എപ്പോഴും എന്താണ് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുക. നോളജും അതേമാതിരി തന്നെ കഴിവുകളും വികസിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട പ്രവർത്തനമാണ് ഡെവലപ്മെന്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്കോപ്പ് അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് എന്തായിരിക്കും? നാരോയാണോ വൈഡാണോ? വൈഡാണ്. ഓക്കെ, അത് വൈഡ് ആയിട്ടാണ് കിടക്കുന്നത്, വ്യാപിച്ചു കിടക്കുകയാണ് അല്ലെ. അതേസമയം ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ജോബിന് വേണ്ടിയിട്ട്. അപ്പൊ അത് നാരോയാണ് അല്ലെ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നേടിയെടുക്കാനുള്ളൂ. അവിടെ തൃപ്തിയോട് കൂടിയിട്ട് ആ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമിടുന്നത്. നെക്സ്റ്റ് 12th പോയിന്റിലേക്ക് പോകാം. ട്രെയിനിങ് റിവോൾവ്സ് അറൌണ്ട് പ്രസന്റ് നീഡ്സ്, ഡെവലപ്മെന്റ് റിവോൾവ്സ് അറൌണ്ട് ദ ഫ്യൂച്ചർ. നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ. എന്താണ്? പ്രസന്റ് നീഡ്സിനെ ചുറ്റിപ്പറ്റിയാണ് ട്രെയിനിങ് വരുന്നതെങ്കിൽ ഡെവലപ്മെന്റ് എന്തിനെ ചുറ്റിപ്പറ്റിയാണ് വരുന്നത്? ഇതിനെ പറ്റിയാണ്. അതെന്നെ പഠിച്ചു പോവേണ്, അപ്പൊ തന്നെ പഠിച്ചു പോയിക്കോ. എന്താണ് ഡെവലപ്മെന്റ്? ഓക്കെ, ഫ്യൂച്ചറിന് അല്ലെ. ഫ്യൂച്ചറിനെ ചുറ്റിപ്പറ്റിയാണ് വരുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പ്രസന്റ് അല്ലെ. ട്രെയിനിങ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദ റോൾ വൈൽ ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ ദ പേഴ്സൺ. നമുക്കറിയാം അവിടെയുള്ള പ്രവർത്തനം അല്ലെ. ഒരു മാനേജേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രെയിനിങ് കൊടുക്കുന്നത് അവരുടെ ലക്ഷ്യം അല്ലെ, ആ ഒരു ബിസിനസ് ഫേമിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ആ ഒരു റോള് അല്ലെ, പ്രവർത്തനം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെയുള്ള ഓരോ എംപ്ലോയീസിന്റെയും അല്ലെ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ത് അല്ലെ, ഇനി ഈ കേസ് എന്ത് വെല്ലുവിളികളും ഈ ബിസിനസിനെ ബാധിക്കരുത്, അതിനെ നേരിടാൻ പര്യാപ്തമായ എംപ്ലോയീസ് ആയിരിക്കണം എന്നുള്ള എയിം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ ദ പേഴ്സൺ. അവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽസിനെയും റെപ്രസെന്റ് അല്ലെ, അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അവരെയാണ് ലക്ഷ്യമിടുന്നത്. അവരെ ഏബിൾ ആവണം അല്ലെ, അവിടെയുള്ള ഓരോ പേഴ്സണും ഏബിൾ ആവണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഡെവലപ്മെന്റിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ഡിഫറൻസിൽ ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചു പോകട്ടോ. തന്നെ ആവട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇച്ചിരി സ്ലോ ആയിരുന്നു, അപ്പൊ അത് ഒന്ന് ഈ ക്ലാസ് കൊണ്ട് പരിഹരിച്ചു പോകണം. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. എന്തായാലും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡിഫറൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എടുത്തോട്ടെ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ എല്ലാവരെയും ടെക്സ്റ്റ് കിട്ടി കാണും അല്ലെ.
എല്ലാവർക്കും ടെക്സ്റ്റുകളില്ലേ? ഞാൻ അതുകൊണ്ട് ഓരോ പോർഷൻസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് വായിച്ചു തരുന്ന സമയത്ത് വായിക്കാമോ? ഇല്ലാത്തവരും ഉണ്ട്. ഓക്കെ, അപ്പോ നോട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാം. PDF ഇതിൽ ഓൾറെഡി കിടക്കുന്നുണ്ടാവോ? ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് അവസരങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഷെയർ ചെയ്ത് പോവാ. ആക്ച്വലി ക്ലാസ്സിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് പോകാൻ എളുപ്പം. അല്ലെങ്കിൽ കുറച്ച് സമയം ഇതാവും അല്ലേ? എന്തെങ്കിലും നോട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നോ? ഡെവലപ്മെന്റ് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒരു 13 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു പോയത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നോക്കാം. കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതായത് മാനേജ്മെന്റ് വികസനത്തിന്റെ ആശയം അല്ലെ? കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ആ ആശയം എന്താണ്? മാനേജ്മെന്റ് വികസനവുമായി ബന്ധപ്പെട്ട ആശയത്തെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. Management development is a systematic process of training and growth by which individuals gain and apply knowledge, skills, insight, and attitude of to manage work organizations effectively. നമ്മളിപ്പോ കണ്ടു അല്ലെ? ഡെവലപ്മെന്റ് എന്താന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലേക്ക് നന്നായിട്ട് തറന്നു കയറിയിട്ടുണ്ട് ഇല്ലേ? കയറിയില്ലേ? പല ഇതുകളൊക്കെ വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ളത്, ഉദ്ദേശം എന്താന്നുള്ളത്? ഒക്കെയാണോ? അത് ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ജോബിനാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഓരോ എംപ്ലോയീസും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അത് ഫ്യൂച്ചറിനെയും കൂടി നേരിടാനായിട്ട് പര്യാപ്തമാവുകയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ഒരു പോയിന്റ് മൈൻഡിലേക്ക് വെക്കാം. അപ്പൊ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള ഓരോ പേഴ്സണും അല്ലെ? അവരെ ഉള്ള ഓരോ പേഴ്സണെയും എന്താണ് വളർത്തിയെടുക്കുക, വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതായത് അവരുടെ സ്കില്ലും നോളജ് ഒക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നത്. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് ബൈ വിച്ച് ഇൻഡിവിജ്വൽ ഗെയിൻ ആൻഡ് അപ്ലൈ നോളജ്, സ്കിൽസ്, ഇൻസൈറ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് മാനേജ് വർക്ക് ഓർഗനൈസേഷൻ എഫക്റ്റീവ്ലി. അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ നന്നായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ്, എന്തൊക്കെ ആവശ്യമാണ്? നല്ല രീതിയിൽ ഒരു ബിസിനസ് ഫേം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രവർത്തിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യകതയുണ്ടോ? ഹലോ, നിങ്ങൾക്ക് വോയിസ് ക്ലിയർ അല്ലേ? ഇല്ലേ? എല്ലാവരും തമ്പയക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ?
അതെ, എന്തോ വോയിസ് നിങ്ങൾക്ക് ക്ലിയർ അല്ല എന്നൊരു മെസ്സേജ് ടെക്നിക്കലി എത്തിയിരുന്നു. അതുകൊണ്ടാണ്. എന്തെങ്കിലും ക്ലിയർ അല്ല എങ്കിൽ മെസ്സേജ് അയക്കണോട്ടോ. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? നോക്കാം. എന്താണ് നമ്മള് പറഞ്ഞു വന്നത്? എന്താണ് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ഓക്കെയാണ് അല്ലെ? അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? നമ്മള് ഒരു അല്ലെ ഏതോ ഒരു സ്ഥാപനത്തിലോ ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ എന്താണ് ഡെവലപ്മെന്റ് എന്താന്നുള്ളതിന്റെ അർത്ഥം അവിടെയുള്ള സ്കിൽസ് അല്ലെങ്കിൽ നോളജ് ഒക്കെ അത് നന്നായിട്ട് തന്നെ അല്ലെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നതാണ് അല്ലെ. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിലെന്താ പറയുന്നത്? by which individual gain and apply knowledge, skills, insight and attitude to manage work organizations effectively. അതായത് ഒരു ഓർഗനൈസേഷൻ നന്നായിട്ട് മാനേജ് ചെയ്യാം അല്ലെ, നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ. നന്നായിട്ട് കൈകാര്യം ചെയ്താലല്ലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ആണോ? ഒരു ഓർഗനൈസേഷൻ നന്നായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമല്ലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അത് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് അവിടെ അല്ലെ അവർക്ക് നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? നോളജ്, അറിവ്, കഴിവ് അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളും മനോഭാവങ്ങൾ എല്ലാം തന്നെ അല്ലെ അതിലൂടെ അതെല്ലാം നല്ലതാണ് എങ്കിൽ അതിലൂടെ എന്താണ് വർക്കുകളെ നല്ല കാര്യക്ഷമമായിട്ട് തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. ഈ പറഞ്ഞ കഴിവും അറിവും അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളും മനോഭാവങ്ങളാണ് എല്ലാം നല്ല രീതിയിൽ ഉണ്ടായാൽ മാത്രമാണ് നല്ല രീതിയിൽ ആ ഓർഗനൈസേഷനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെയാണോ? ആ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ്. ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആണ്. എന്താണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്? ഇത്തരത്തിലുള്ള അറിവും അതേമാതിരി തന്നെ കഴിവും അല്ലെ നല്ല രീതിയിലുള്ള നോളജും കഴിവുകളും മനോഭാവങ്ങളും അതേമാതിരി തന്നെ ഉൾക്കാഴ്ചകളൊക്കെ ഉണ്ടായാൽ മാത്രമാണ് എന്താണ് നമ്മുടെ ഓർഗനൈസേഷന്റെ വർക്കുകൾ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം അവിടെയുള്ള മാനേജേഴ്സിന് നല്ല എബിലിറ്റി അല്ലെ, അവിടെ നോളജും കഴിവ് എന്ത് അപ്ഡേഷൻ വന്നാലും അതിന് അപ്ഡേഷനൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് എഫിഷ്യന്റ് ആയിട്ട് ആ സ്ഥാപനം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. നമുക്ക് നോക്കാം നെക്സ്റ്റ് സെന്റൻസിലൂടെ. ഈ ഒരു 2 പാരഗ്രാഫ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ എല്ലാ ഐഡിയാസും മനസ്സിലാവും. എക്സിക്യൂട്ടീവ് ഓർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് ആൻ uninterrupted process of learning and growth designed to bring behavioral change among the executives. അതായത് നമുക്കറിയാം അവിടെയുള്ള മാനേജേഴ്സ് അല്ലെ എക്സിക്യൂട്ടീവ്സുകളെല്ലാം അവരുടെ പെരുമാറ്റ രീതിയിലെല്ലാം അല്ലെ അതെല്ലാം ഡിസൈൻ ചെയ്യുന്ന രൂപകൽപ്പന ചെയ്യുമ്പോൾ ആ ഒരു പെരുമാറ്റ രീതിയിൽ എന്ത് രൂപകൽപ്പന ചെയ്യേണ്ടതാണ്? നല്ല നല്ല അറിവുകളും സ്കില്ലുകളും നേടിയെടുത്ത് രൂപകൽപ്പന ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് തടസ്സമല്ലാത്ത രീതിയിലുള്ള പഠനം അവർക്കുണ്ടായിരിക്കണം അല്ലെ. എക്സിക്യൂട്ടീവ് ഓർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് ആൻ അൺഇൻറപ്യൂട്ടഡ്. അൺഇൻറപ്യൂട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സമില്ലാത്ത രീതിയിൽ അല്ലെ, തടസ്സമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം? തടസ്സമില്ലാത്ത എന്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അവിടെ ഉണ്ടായിരിക്കണം? ലേണിംഗ് അല്ലെ, നമ്മുടെ നല്ല നോളജ് പഠിച്ചെടുക്കാനായിട്ടും അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഡിസൈൻസ് രൂപീകരണങ്ങളെല്ലാം അവിടെ തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? എക്സിക്യൂട്ടീവ്സ് ഓർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് ആൻ അൺഇൻറപ്യൂട്ടഡ് പ്രോസസ് ഓഫ് ലേണിംഗ് ഗ്രോത്ത് ഡിസൈൻ ടു ബ്രിങ് ബിഹേവിയറൽ ചേഞ്ച് അമംഗ് ദ എക്സിക്യൂട്ടീവ്. അങ്ങനെ അവർക്ക് നല്ല രീതിയിലുള്ള ലേണിങ്ങും സ്കില്ലുകളും തടസ്സമില്ലാത്ത രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് നല്ലൊരു അല്ലെ ബിഹേവിയറൽ സയൻസോട് കൂടിയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇല്ലേ? സാധിക്കില്ലേ? ഉണ്ടാവോ? ഓക്കെ, അപ്പൊ അവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ എപ്പോഴും കാണാൻ പറ്റുന്നില്ലേ? എന്താ ആക്ച്വലി പ്രോബ്ലം? സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല? ഞാൻ പ്രസന്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ലേ?
നോട്ട്സ് പ്രസന്റ് ചെയ്ത് സംതിങ് ആർക്കോ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഭൂരിഭാഗം പേർക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എല്ലാവരും കാണാൻ പറ്റുന്നില്ലേ? വോയിസ് കേൾക്കാൻ പറ്റുന്നില്ലേ? ഉണ്ടോ വോയിസ്? ഓക്കെ. ഒരുപക്ഷെ ആരുടെയെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും, റേഞ്ചിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും. ഒന്നും കൂടി റീജോയിൻ ചെയ്താൽ ഒരുപക്ഷെ കേൾക്കാനും കാണാൻ പറ്റുമായിരിക്കും. ട്രൈ ടു റീജോയിൻ. മെസ്സേജ് അയക്കുന്നുണ്ട് ഫ്രണ്ട്സ് തന്നെ. അപ്പൊ നോക്കാം, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം റീജോയിൻ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? എക്സിക്യൂട്ടീവ് അല്ലെ, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് ആൻ അൺഇന്റർപ്യൂട്ടഡ് പ്രോസസ് ഓഫ് learning, growth, designed to bring behavior change among the executives. It implies that there will be change in knowledge and the behavior of the individuals undergoing the development programs. അതായത് നമ്മൾ പറഞ്ഞ മാത്രമേ എന്താണ് ഈ വികസന പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിലൂടെ അല്ലെ വ്യക്തികൾക്ക് അവരുടെ നോളജ് അല്ലെങ്കിൽ അവരുടെ സ്കില്ല് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, പുറത്തുനിന്ന് തന്നെ വലിയ വലിയ ഓർഗനൈസേഷനിലൊക്കെ പുറത്തുനിന്ന് തന്നെ നല്ല കഴിവുള്ള യോഗ്യരായ വ്യക്തികളെ കൊണ്ടൊക്കെ കുറച്ച് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ ഇപ്പോഴുള്ള അപ്ഡേഷൻസ് ഒക്കെ നേടിയെടുക്കാനും അതേമാതിരി തന്നെ ആ സ്കില്ലുകളൊക്കെ വളർത്തിയെടുക്കാനായിട്ടും ശ്രമിക്കും ഇല്ലേ? കണ്ടിട്ടില്ലേ അങ്ങനെ? വലിയ വലിയ ഓർഗനൈസേഷനുകളൊക്കെ വലിയ പുറത്തുനിന്ന് തന്നെ കമ്പനികളുടെ എക്സിക്യൂട്ടീവ്സുകളൊക്കെ കൊണ്ടുവന്ന് അപ്പൊ എന്താണ് പുതിയ അറിവുകൾ, ഇനി വരാൻ പോകുന്ന അറിവുകളെ കുറിച്ചിട്ടൊക്കെ കുറേയും കൂടി അവർക്ക് നോളജ് പകർന്നു കൊടുത്തു അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ. അങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ട്രെയിനിങ് മാത്രമേ കേട്ടിട്ടുള്ളൂ? ട്രെയിനിങ് പ്രോഗ്രാംസ് മാത്രമാണോ കണ്ടിട്ടുള്ളത്? ഇതേമാതിരി തന്നെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കാറുണ്ട്. അതായത് ഇപ്പൊ നിലവിൽ ആവശ്യമില്ലായിരിക്കാം, പക്ഷെ പുതിയ നോളജിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ് അപ്പൊ എന്താണ് അവിടെയുള്ള എല്ലാവർക്കും അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ടാലന്റഡ് ആക്കുക, അവരൊക്കെ ഇച്ചിരി കൂടി ഏബിൾ ആക്കി നിർത്തുക എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് there will be change in knowledge and behavior of the individuals undergoing the development programs. അപ്പൊ ഇങ്ങനെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൂടെയൊക്കെ എന്താണ് ഇൻഡിവിജ്വൽസിന് അവരുടെ ബിഹേവിയറലായിട്ട്, അതായത് അവർക്ക് സ്വന്തമായിട്ട് തന്നെ കുറച്ചും കൂടി നോളജ് ഒക്കെ നേടിയെടുക്കാനും അത് നടപ്പാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാൻ സാധിക്കും. നമുക്കറിയാം എന്താണ് മാനേജ്മെന്റ് അവർക്ക് അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുമ്പോൾ നാച്ചുറലി അവരുടെ ബിഹേവിയറിൽ കുറെ കാര്യങ്ങൾ കൂടി അവർ പഠിച്ചെടുക്കും അല്ലെ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും ഇല്ലേ? ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? പുതുമ അവർ തന്നെ എംപ്ലോയീസ് തന്നെ എന്താണ് പുതുമയൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അല്ലാതെ ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് മാത്രം അവർ അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് കുറച്ചും കൂടി അറിവുകൾ എന്താണ് വളരാനായിട്ടുള്ള. ഓക്കെ നെക്സ്റ്റ് പാരഗ്രാഫും കൂടി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനൊരു ഏകദേശം രൂപ കിട്ടും. കാരണം ഇത് ഇത്തിരി സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് വിവരിച്ചിരിക്കുന്നത്. നോക്കാം. The individual will be able to perform better in present assignments and also increase the potential. Okay. The individual will be The individual will be able to perform better in present assignments and also increase his potential for future assignments through the acquisition, understanding and the use of a new knowledge, insight and skills. അതായത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരു വ്യക്തി നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി അവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ മറ്റു പുറത്തുനിന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഇച്ചിരി നല്ല കഴിവും യോഗ്യനായ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് കുറച്ചും കൂടി നോളജും ഈ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ചേഞ്ചസിന്റെ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾ നേടിയെടുക്കേണ്ട കുറച്ച് കഴിവുകളെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കോൺഫറൻസ് ഒക്കെ നടത്തി അവരില് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇവരിതെല്ലാം അവിടെയുള്ള എംപ്ലോയീസ് എല്ലാം അത് ക്യാച്ച് ചെയ്യും അത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും.
ദെൻ അവര് ഇന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ നേടിയെടുക്കും, ഇന്ന സൈറ്റിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് അപ്ഡേഷൻസ് നേടിയെടുക്കാം. അങ്ങനെയൊക്കെ കുറച്ച് നോളജ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും ഇവർ എന്ത് ചെയ്യും, ഇവിടെയുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും അല്ലെ, ഇങ്ങനെ പുതിയ പുതിയ രീതിയിലൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ടോ, ഈ പറഞ്ഞ സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ പുതിയ സാധ്യതകളെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും എന്നൊക്കെ ഉള്ളത് അവര് എന്താണ് സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെ തീർച്ചയായിട്ടും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് അവർക്കും കുറച്ച് നോളജും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്കില്ലും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ശരിയാണോ ഞാൻ പറയുന്നത്? ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾക്ക് എന്താണ് പുതിയൊരു അറിവ് തന്നാൽ മാത്രമാണ് അവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. കുറച്ച് സൈറ്റിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു അറിവ് ഒരു പുറത്തു നിന്ന് ഒരാള് വന്ന് പകർന്നു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് കുറച്ചും കൂടി നോളജ് കിട്ടും അല്ലെ. അപ്പൊ അതിലൂടെ സെർച്ച് ചെയ്ത് കുറച്ചും കൂടി കുറച്ച് അറിവും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു നോളജ് അവർ പകർന്നു കൊടുക്കും. അപ്പൊ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കിട്ടുന്ന അറിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അറിവാണ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്നത് അല്ലെ. ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ജോബിനെ മാത്രം റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇന്ന പുതിയ പുതിയ ഇതുകളുണ്ട് അല്ലെ, സ്കില്ല് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നേടിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കും. അപ്പൊ എന്താണ് ഈ ഒരു നോളജ് അവർ നേടിയെടുക്കുന്നത് കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം തന്നെ ചിലപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കില്ലേ? നമുക്ക് ഏതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ എളുപ്പമായുള്ള ഒരു വേക്കോടെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എന്തെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. നമ്മൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി അതിനേക്കാൾ നല്ല എളുപ്പമായിട്ടുള്ള ഒരു രീതി വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇൻ കേസ് പുതിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒപ്പം വരികയാണെങ്കിൽ അതിനെയും കൈകാര്യം ചെയ്യാനായിട്ടുള്ള കുറച്ച് മാറ്റേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ നേരത്തെ കൂട്ടി അല്ലെ അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെ. പുതിയ കാര്യങ്ങൾ എന്ത് ചലഞ്ചസ് വന്നാലും അതിനെ നേരിടാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അത് തന്നെയാണ് ഇവിടെ സെന്റൻസിൽ വീണ്ടും എടുത്ത് പറയുന്നത്. ദ ഇൻഡിവിജ്വൽ വിൽ ബി ഏബിൾ ടു പെർഫോം ബെറ്റർ ഇൻ പ്രസന്റ് അസൈൻമെന്റ്സ്. ഓക്കെ, നമ്മൾ പ്രസന്റ് ആയിട്ടുള്ള അസൈൻമെന്റ്സിൽ നമ്മൾ ബെറ്റർ ആവാനായിട്ട് ശ്രമിക്കും. ആൻഡ് ഓൾസോ ഇൻക്രീസ് ദ പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ അസൈൻമെന്റ്സ് ത്രൂ ദ അക്വിസിഷൻ. അതായത് വേണ്ടിവരുന്ന ആവശ്യകത അനുസരിച്ചിട്ട് ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റേഴ്സിനെയും കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെ. അത് നമ്മുടെ ആവശ്യമായിട്ടുള്ള അറിവുകളെല്ലാം വ്യാപകമായ രീതിയിൽ സജീവമായിട്ടുള്ള രീതിയിൽ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കും. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസ് ഓഫ് ന്യൂ നോളജ്, ഇൻസൈറ്റ് ആൻഡ് സ്കിൽസ്. നമുക്ക് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് കിട്ടുമ്പോഴും നമുക്ക് എന്താണ് പുതിയ നോളജും അല്ലെങ്കിൽ പുതിയ ഉൾക്കാഴ്ചകളും പുതിയ കഴിവുകളും നമ്മൾ കണ്ടെത്താനായിട്ട് തുടങ്ങുമെന്നുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ഒന്നുകൂടിയും പറയട്ടെ. ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല തോന്നുന്നു അല്ലെ. കുറച്ച് ഒന്നും കൂടി ഞാൻ കുറെ പേർക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. നാളെ നിങ്ങൾ ഒന്നുകൂടി ശ്രമിക്കാം. ഞാൻ നിർത്തി പറയും ഇത്തിരി സ്പീഡ്, നമ്മൾ ഇത്തിരി പോർഷൻസ് പിന്നിലായതുകൊണ്ട് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടാണോ പോവേണ്ടി വന്നത് കൊണ്ടാണ്. ഓക്കെ ഓക്കെ, അതെന്തായാലും ഇപ്പൊ മനസ്സിലാവില്ല. ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ലല്ലോ. ഓക്കെ, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളിപ്പോ ഓൾറെഡി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി കൂടി ടാലന്റ് മേബിൾ ആയിട്ടുള്ള ഒരു യോഗ്യനായ വ്യക്തിയെ ഒരു കമ്പനിയിലൊക്കെ നമുക്ക് കൊണ്ടുവന്ന കുറച്ച് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുമ്പോൾ അവർ കുറച്ചും കൂടി അറിവുകൾ പകർന്നു തരികയാണ് അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ കുറച്ച് അറിവുകളും നമുക്കറിയാം ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ കുറച്ച് സൈറ്റുകളും അല്ലെ, സൈറ്റ് അഡ്രസ്സുകളും സംഭവങ്ങളൊക്കെ തരികയാണ്. നിങ്ങളുടെ കമ്പനിയുടെ ഈ പ്രവർത്തനങ്ങൾ ഇച്ചിരി കൂടി കാര്യക്ഷമമാക്കാനായിട്ട് നിങ്ങൾ ഈ രീതിയിൽ ഈ സൈറ്റിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നോളജ് കിട്ടും. നിങ്ങളുടെ ഡ്യൂട്ടി ഇതിനും കൂടി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതിനും കൂടി സ്പീഡിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇച്ചിരി കൂടി അല്ലെ, ഇൻ കേസ് നമുക്ക് ഭാവിയിൽ ചില പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെയൊക്കെ നേരിടാനായിട്ട് സജ്ജമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മൾ ആ സൈറ്റുകളിലൊക്കെ കയറി അല്ലെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്
ആ സൈറ്റുകളിലൊക്കെ കയറി കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം അറിവും നോളജ് ഒക്കെ അല്ലെ അതിൻ്റെതായിട്ടുള്ള സ്കില്ലുകളൊക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. then അവരെന്താണ് അവര് പ്രസന്റിലുള്ള ജോലിയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ട് അല്ലെ നല്ല സ്പീഡിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇൻ കേസ് നേരത്തെ പറഞ്ഞ മാതിരി വെല്ലുവിളികൾ നിറഞ്ഞ എന്തെങ്കിലും പുതുമയൊക്കെ വരികയാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു നോളജ് അതിൽ നിന്ന് കിട്ടുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ആ സെന്റൻസിൽ അതാണ് എടുത്ത് പറയുന്നത്. The individual will be able to perform better in present assignments. നിലവിലുള്ള അസൈൻമെന്റ്സ് അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പറ്റും. And also increase his potential for future assignments through the acquisition. ആവശ്യകത, ഭാവിയിലുള്ള ആവശ്യകത അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അവരുടെ ജോലിയിൽ അല്ലെ അത് നന്നായിട്ട് തന്നെ ഗ്രോ ചെയ്ത് അല്ലെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അതിനെ സജീവമായ രീതിയിൽ പുതിയ അസൈൻമെന്റ്സുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസ് ഓഫ് ന്യൂ നോളജ് ഇൻസൈറ്റ് ആൻഡ് സ്കിൽസ്. അതെങ്ങനെ അവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? പുതുമ നിറഞ്ഞ അല്ലെ നോളജുകളും അതേമാതിരിയുള്ള ഉൾക്കാഴ്ചകളും സ്കില്ലുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെയാണ് അവർക്ക് ഇതെല്ലാമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ഡെവലപ്മെന്റ് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. The learning process involves the implementation that there will be changed behavior on the part of the individuals given the sufficient training and education. ഓക്കെ, നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പകർന്നു തരാൻ സാധിക്കുമെന്ന് അവർ പറയുന്നത്? ഇത്തരത്തിലുള്ള നോളജ് എങ്ങനെ പകർന്നു തരാനായിട്ട് നമുക്ക് നേടിത്തരാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. The learning process involves the implementation that there will be changed behavior on the part of the individuals given the sufficient training and education. മതിയായ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നതനുസരിച്ചിട്ടുള്ള നോളജും സ്കിൽസും അവർക്ക് ഡെവലപ്മെന്റ് ചെയ്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ the learning process involves learning എന്ന പ്രോസസ്സിൽ എന്തൊക്കെ പെടുന്നുണ്ട്? Implication that there will be changed the behavior അല്ലെ അവരുടെ പെരുമാറ്റ രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് on the part of individual given the sufficient training and education. അവർക്ക് കൊടുക്കുന്ന ഈ പറഞ്ഞ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൂടെയുള്ള ട്രെയിനിങ്ങിൽ നിന്നൊക്കെയല്ല അവർക്ക് എന്താണ് അവരുടെ നോളജും അതോടൊപ്പം തന്നെ സ്കില്ലുകളും അല്ലെ അത് സ്കില്ലുകൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് അവരുടെ ബിഹേവിയറിൽ അവരുടെ പെരുമാറ്റ രീതികളിൽ മാറ്റം വരുന്നുണ്ട്. കാരണം അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞു അവരുടെ സൈറ്റിൽ കൂടി കയറി ചെന്ന് അല്ലെ എന്താണ് പുതിയ പുതിയ ഇംപ്ലിമെന്റേഷൻ ഒക്കെ എന്താണ് പുതിയ പുതിയ അപ്ഡേഷൻ എന്നൊക്കെ മനസ്സിലാക്കി വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അതുകൊണ്ട് തന്നെ അവിടെയുള്ള വർക്കേഴ്സിന്റെ പെരുമാറ്റ രീതിയിൽ വ്യത്യസ്തതയുണ്ട്. എന്ത് വന്നാലും നേരിടാനുള്ള ഒരു പവറും കൂടി അവർ നേടിയെടുക്കുന്നുണ്ട്. ഉണ്ടാവില്ലേ? അങ്ങനെ നേടിയെടുക്കാൻ സാധിക്കില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? It should be recognized that it is for the organization established the development opportunities for the managers and the potential managers. അതായത് നമുക്കറിയാം പൊതുവെ നമുക്ക് അല്ലെ നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ ആ ഒരു ഓർഗനൈസേഷന്റെ വർക്കുകളെല്ലാം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അല്ലെ കാര്യക്ഷമമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ മാനേജേഴ്സ് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ വേണം. വേണ്ടിവരില്ലേ? വരുമോ? അവർക്ക് ട്രെയിനിങ് ആവശ്യമാണോ? മാനേജേഴ്സിന് ആവശ്യമാണോ ട്രെയിനിങ് ഒക്കെ? അവിടെയുള്ള എംപ്ലോയീസിന് മാത്രമാണ് ആവശ്യം? അല്ല, മാനേജേഴ്സിനും ആവശ്യമാണ് അല്ലെ. മാനേജേഴ്സ് ഡെവലപ്ഡ് നോട്ട് ഓൺലി ബൈ ഓക്കെ, അപ്പൊ അവർക്കും ആവശ്യമാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് managers develop not only by participating in formal course of instruction drawn അവര് ഇൻസ്ട്രക്ഷൻസ് നടപ്പാക്കുക എന്നുള്ളതിൽ മാത്രമല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അല്ലെ by the organization but also through actual job experience in the organization. നമുക്കറിയാം അല്ലെ അവിടെ ഇങ്ങനെ കുറെ പ്ലാനിങ് പദ്ധതികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നന്നായിട്ട് വില്ലിംഗ് ആയിട്ട് നടക്കണമെന്നില്ല അല്ലെ. അവര് ആക്ച്വലി എന്താണ് ഓർഗനൈസേഷന്റെ ജോബില് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അല്ലെ.
അതിന് നല്ല എക്സ്പീരിയൻസ്ഡ് ആയാൽ മാത്രമാണ് അവർക്ക് എന്താണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ എന്താണ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. It should be recognized that it is for the organization to establish the development opportunities for its managers and potential managers. അതായത് ഇതില് എന്താണ് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായാൽ അല്ലെ. ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അല്ലെ. ഡെവലപ്മെന്റ് പ്രോഗ്രാംസിൽ എന്താ ഉണ്ടാവുക, പുതിയ പുതിയ നോളജും അല്ലെ, പുതിയ പുതിയ സ്കില്ലിനെ കുറിച്ചിട്ടുള്ള നല്ല അവയർനെസ് ആണുള്ളത്. ആണോ ആണോ ഉള്ളതാണ് ഉള്ളത്. അപ്പോ എന്താണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അല്ലെ വളരാനോ വികസിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ദാറ്റ് ഈസ് ഫോർ ദ ഓർഗനൈസേഷൻ ടു എസ്റ്റാബ്ലിഷ് അല്ലെ. ഓർഗനൈസേഷൻ സ്ഥാപിക്കുകയാണ്, ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് സ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മാനേജേഴ്സിനും അതിന്റെ വികസനം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന്. ക്ലിയർ അല്ലേ? സെന്റൻസ് ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. ബട്ട് ആൺ ഈക്വൽ പെർഹാപ്സ് മോർ ഇമ്പോർട്ടന്റ് counterpart to the effort of the organization are those of the individuals. നമുക്കറിയാം ഇവിടെ പ്രധാനമായിട്ട് കൗണ്ടർ പാർട്ട് പറയുന്നത് എല്ലാവരും തന്നെ എന്താണ്, ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ, വ്യക്തികൾ തന്നെയാണ് അല്ലെ. സെൽഫ് ഡെവലപ്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പൾ ഇൻ ദ ഓൾ പ്രോഗ്രാംസ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, സെൽഫ് ഡെവലപ്മെന്റ്. നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വൽസ് നല്ല അവര് ഏബിൾ ആണ്, ഇൻ കേസ് അവിടെയുള്ള മാനേജേഴ്സ് ഏബിൾ ആണെങ്കിൽ നല്ല ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി അവര് ഏബിൾ ആയി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് നല്ല ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും ഇല്ലേ, സാധിക്കില്ലേ? അവര് ഏബിൾ ആണെങ്കിൽ ഓക്കെ, അവർക്ക് ബാക്കിയുള്ള എംപ്ലോയീസിനും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്ത് അവിടെയുള്ള എംപ്ലോയീസിനെയും എന്താണ് ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലേ? അപ്പൊ അതാണ് അവിടെ പറയുന്നത് ഈക്വൽ ആണ് അല്ലെ. ബട്ട് ആൻ ഈക്വൽ പെർഹാപ്സ് മോർ ഇമ്പോർട്ടന്റ് counterpart to the effort of the organization are those of the individuals. അവിടെയുള്ളവരെല്ലാവരും തന്നെ എന്താണ്, ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. സെൽഫ് ഡെവലപ്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇൻ ദ ഹോൾ പ്രോഗ്രാം ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ആ സെൽഫായിട്ട് ഉള്ള ഒരു ഡെവലപ്മെന്റ് അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സ്വയം തന്നെ എന്താണ് വികസിച്ചെടുക്കുക അല്ലെ. അവിടെയുള്ള ജീവനക്കാർ സ്വയം വികസിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ സ്വയം നോളജും സ്കില്ലും ഡെവലപ്മെന്റ് ചെയ്തെടുക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? സെൽഫ് ഡെവലപ്മെന്റിൽ എന്താണ് ഉദ്ദേശിക്കണേന്ന്? ഓരോരുത്തരും സെൽഫ് ഡെവലപ്മെന്റ് ആകുന്നു എന്നുള്ളതിന് എന്താണ് ഉദ്ദേശം? ഓരോരുത്തരും സ്കില്ലും നോളജും നേടിയെടുക്കുക എന്നുള്ളത്. ക്ലിയർ ആയോ? സെൽഫ് ഡെവലപ്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പൾ ഇൻ ദ whole program of management development. മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ എല്ലാ പ്രോഗ്രാമുമായിട്ട് വരുമ്പോൾ എന്താണ്, മാനേജ്മെന്റ് വികസനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആയോ? ഈ രണ്ട് പാരഗ്രാഫ് ജസ്റ്റ് വായിച്ചു നോക്കുക. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്, ഓരോരുത്തരും സ്വയം ഡെവലപ്പ് ചെയ്യുക, അതാണ് കൺസെപ്റ്റിൽ വരുന്നത് അല്ലെ. അപ്പൊ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നന്നായിട്ട് തന്നെ അവർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ എന്താണ് എഫക്റ്റീവ്ലി കാര്യക്ഷമമായിട്ട് തന്നെ വർക്കുകൾ അതിൽ നമുക്കറിയാം. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരും, അവരുടെ ഉൾക്കാഴ്ചകളുടെ അല്ലെ എല്ലാ രീതികളിലും മാറ്റം വരും, അവരുടെ സ്കില്ലിൽ മാറ്റം വരും, അവരുടെ നോളജിൽ മാറ്റം വരും അല്ലെ. നല്ല ഡെവലപ്മെന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മാറ്റം വരും. തീർച്ചയായിട്ടും ആ ബിസിനസ് ഡ്രൈവിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാനൊക്കെ ആയിട്ട് മാനേജേഴ്സിന് സാധിക്കുമല്ലോ. ക്ലിയർ ആയോ?
ജസ്റ്റ് വായിച്ചു നോക്കാം. ലാസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് ഡെവലപ്മെന്റ് ഇസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇൻ ദ ഹോൾ പ്രോഗ്രാം ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. മാനേജ്മെന്റ് വികസനത്തില് സ്വയം വികസനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ഇൻഡിവിജ്വൽസിന്റെ ഓരോരുത്തരുടെയും സ്വയം വികസനം ഒരു ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പാരഗ്രാഫ് 2 വായിച്ചിട്ട് ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണോ? ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ? നെക്സ്റ്റ് ടൈമിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോന്ന് അറിയാനാണ് ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഓക്കെയാണോ? ആർക്കെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ വായിച്ചിട്ട്? അതിങ്ങനെ ഒരുപാട് പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോധമായിരിക്കും. ഇനി അതിന്റെ ഒരു കുറച്ചും കൂടി പോയിന്റ്സേ ഉള്ളൂ. കഴിഞ്ഞ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പൊ അവിടെ നമുക്കറിയാം വ്യക്തികളുടെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കണം. വ്യക്തികളുടെ സെൽഫ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഈ കൺസെപ്റ്റിൽ ആശയത്തിൽ മുൻതൂക്കം കൊടുക്കുന്നത്. വ്യക്തികൾ വികസിച്ച അവരുടെ കഴിവും നോളജ് ഒക്കെ വികസിച്ച തീർച്ചയായിട്ടും അവിടെയുള്ള വർക്ക് അവർക്ക് നന്നായിട്ട് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റും, റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത്. അവരുടെ നോളജും സ്കില്ലുകളും അത് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പെരുമാറ്റത്തില് വ്യത്യാസം ഉണ്ടാവും, അവരുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. എല്ലാ കാര്യത്തിലും കേസ് പെരുമാറ്റം എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് എല്ലാം ഉണ്ട് അല്ലെ. അവരുടെ അറിവുമുണ്ട്, അതേമാതിരി തന്നെ എന്താണ് സ്കില്ലുണ്ട്, ആറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലെ, ഉൾക്കാഴ്ചകളുണ്ട്, എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് അല്ലെ. നല്ല രീതിയിലെ വിഷയത്തോടു കൂടിയിട്ട് അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുമെന്നതാണ്. ഓക്കെ, നമുക്കപ്പോ ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എടുക്കുന്നത്? ആരും സംസാരിക്കില്ലേ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണ്. പറഞ്ഞോളൂ. പറയുന്നത് ക്ലിയർ ആണോ? പിന്നെ വീണ്ടും ക്ലിയർ ആണ്. റിപ്പീറ്റ് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.